എന്തായാലും വോട്ട് ചെയ്തിട്ട് കാര്യം ഒരു കാര്യമില്ല. വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായാലും നമ്മളെ വോട്ട് രേഖപ്പെടുത്തണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തർ അവകാശം എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മളെ നോർത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ പലതും കാണുന്നുണ്ട്. നല്ല ഭരണാധികാരികൾക്ക് വോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ അത്ര ഒരു ക്രിട്ടിക്കലായിട്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വോട്ട് അങ്ങനെയുള്ളവർക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള വോട്ട് നമ്മൾ എന്തായാലും രേഖപ്പെടുത്താനാണ്. ഇത് നമുക്ക് 5 വർഷത്തിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരിക്കലും ഇത് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഇതിനൊരു യൂസ് ഇല്ല, അങ്ങനെ മൈൻഡേ ഉണ്ടാവും. ഈ യങ്സ്റ്റേഴ്സൊക്കെ മെയിൻലി പറയുന്നത് എന്താ കാര്യം, ഇതൊന്നും ഒരു കാര്യം, എനിക്ക് വോട്ടർ ഐ ഡി തന്നെയല്ല, എന്തിനാ വെറുതെ വോട്ട് ചെയ്തിട്ട് അങ്ങനെ പറയുന്നവരാ അധികം പേരും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നോർത്തിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അബദ്ധമാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും, അവിടുത്തെ പല എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, വളരെ അബദ്ധങ്ങൾ പല സ്ഥലങ്ങളിലും. ഞാൻ ഒരിക്കലും നിങ്ങളടുത്ത് പറയില്ല ഇന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, ഇന്ന പാർട്ടി നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇത് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഏറ്റവും നല്ലത് ആരാണ്, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആരാണ്, ഏറ്റവും ചെയ്യാൻ പറ്റുന്നവർ ഏത് പാർട്ടിയാണ്, ഏത് ആൾക്കാരാണ് നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ പൈസേൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫർ തരും, ആ ഓഫറിൻ്റെ പുറത്ത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഓഫറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് തന്നെ ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാമല്ലോ എക്സാമ്പിൾ മണ്ടന്മാർക്ക് വോട്ട് ചെയ്യാതിരിക്കുക, തുടർ ഭരണം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാരണം മാറി വരുമ്പോഴേ നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ പൈസ അത് നമുക്ക് എക്സിക്യൂട്ടീവ് ചെയ്തിട്ട് അതൊരു പല ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നമുക്കായിട്ട് വിരിച്ച് തരാനുള്ളൊരു സിസ്റ്റമാണ്. അത് മുക്കാലും ഓരോ കീശയ്ക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിലുള്ളൊരു മാക്സിമം വോട്ട് ചെയ്യാൻ നോക്കുക. ഒരിക്കലും നിങ്ങൾ വോട്ട് മിസ് ചെയ്യാതെ നോക്കുക. അപ്പോൾ ഓക്കെ, നാളെ പോളിംഗ് ബൂത്തിൽ എല്ലാവരും മാക്സിമം എത്താൻ നോക്കുക.